ഹലോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. രാവിലെ നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്തതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് അടുക്കളയിലോട്ട് കയറിയത്. അപ്പോൾ ദേ ചോറ് വെക്കാനുള്ള അരിയൊക്കെ കഴുകി അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മീൻ കൊണ്ടുവന്നത് നെത്തോലിയും അതുപോലെ കൊഴിയാളയും തലേന്നത്തെ മീനാണ് കേട്ടോ, കൊഴിയാള. അപ്പോൾ അത് വരഞ്ഞിട്ട് മസാലയൊക്കെ തേച്ച് പൊരിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നെത്തോലി മുള്ളൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പീര വറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ കുറച്ച് അരപ്പും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നിറയെ പച്ചമുളകും ഒരു നുള്ളു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരപ്പൊതുക്കി എടുത്തിട്ടുണ്ട്. അത് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള പുളിവെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുള്ള മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വിരവി അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അത് നേരെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ചതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീര അവിടെ റെഡിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മീൻ വറുക്കാനുണ്ടെന്ന് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചില്ലേ, അതും കൂടെയൊക്കെ എടുത്തിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ടിട്ട് രാവിലെ തന്നെ ചീനിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ, ചീനിയെന്ന് വെച്ചാൽ കപ്പ, അങ്ങനെ കപ്പ ഉടച്ചതും മീൻ പൊരിച്ചതും മീൻ പീരയും കുറച്ച് നെല്ലിക്ക അച്ചാറും കൂടെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ചയൂണ് അങ്ങോട്ട് കഴിച്ചു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നൊരു സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ബായ്.